നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജോലിക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. രാജിവെക്കണോ വേണ്ടിയോ എന്ന് ഞാൻ ആലോചിക്കുക. എന്തൊക്കെയാ ഈ പറയുന്നേ? രാജിവെക്കണോന്നോ? അതെ. വേണ്ടാത്ത ചിന്തയൊക്കെ മാറ്റി കാർത്തിയേട്ടാ. നിങ്ങളുടെ ഒന്നാം ഭാര്യയല്ലേ ആ കാക്കിവേഷം? പിന്നെ അതെങ്ങനെ വേണ്ടാന്ന് വെക്കും? രാജിവെച്ചേ പറ്റൂ മീനാക്ഷി. എന്നിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുമായി ഈ നാട്ടിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോവാം. ആരും അറിയാത്ത വല്ലയിടത്തും പോയി താമസിക്കാം. മൈഥിലി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ അതാ നല്ലത്. വൈശാഖേ, മൈഥിലി, നിന്നെ ഇങ്ങനെ എനിക്ക് അടുത്ത് കിട്ടുമ്പോ എന്ത് സന്തോഷമാണെന്നറിയോ? സത്യം പറഞ്ഞ ഇങ്ങനൊരു അവസ്ഥയിലാ എനിക്ക് നിന്നോടുള്ള പ്രണയം അതിര് കവിയുന്നത്. ഞാൻ നിന്നെ വിളിച്ചതേ പ്രണയ കവിത രചിക്കാനൊന്നും അല്ല, ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നുവെച്ചാ പ്രണയവും വേണ്ടേ മൈഥിലി? എന്നുവെച്ചാ ഞാൻ നിന്റെ ഭർത്താവും നീ എന്റെ ഭാര്യയുമാണ്. അത് നീ മറന്നുപോകരുത്. എടാ, ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും നീ ചോദിച്ചില്ലല്ലോ, അതൊക്കെ നിനക്ക് അറിയണ്ടേ? അറിയണം. അതിനും കൂടിയല്ലേ ഞാൻ വന്നത്. നീ പറയ്. പറയാം. വൈകമോളെ തരാതെ ഞാൻ ഈ ചെമ്പകമംഗലത്തിന്റെ പടി ഇറങ്ങില്ല. എന്നെ ഇവിടെ നിർത്തിയ കുഞ്ഞിനെ നിങ്ങൾക്കും കാണാം. ഇല്ലെങ്കിൽ കുഞ്ഞുമായിട്ട് ഞാനങ്ങ് പോവും. എനിക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട്. അത് കുറച്ച് ദിവസമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യമാണ്. എന്താ വൈശാഖ? നീ എന്തിനാ കാർത്തികിന്റെ ഭാര്യയായിട്ട് തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന് കോടതിയിൽ പറഞ്ഞത്? അതെന്നെ ഇത്ര നാളും ദ്രോഹിച്ച ചെമ്പകമംഗലത്തുകാരെ ഒരു പാഠം പഠിപ്പിക്കാനാ. അപ്പോഴും ചെമ്പകമംഗലത്തുകാരോട് മാത്രമാണ് നിന്റെ വൈരാഗ്യം, കാർത്തികിനോടല്ല. നീ എന്താ വൈശാഖ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ചോദിക്കാൻ വൈകിപ്പോയൊരു ചോദ്യം ഞാനിപ്പോ ചോദിച്ചത്. കാർത്തിയോട് എനിക്ക് എന്തിനാ പ്രത്യേക പരിഗണന? അത് തന്നെയാ എന്റെയും ചോദ്യം. അവനെ കൂടി ഒരു പാഠം പഠിപ്പിക്കാനാ വൈശാഖ ഞാൻ കോടതിയിൽ അങ്ങനെ പറഞ്ഞത്. നീ പാഠം പഠിപ്പിച്ച് വരുമ്പോ നമ്മുടെ ജീവിതം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലല്ലടാ മൈഥിലി. നമ്മുടെ ലക്ഷ്യം ഇതൊന്നും അല്ല. ചെമ്പകമംഗലത്തുകാരെ ദ്രോഹിക്കുന്നതൊക്കെ സെക്കൻഡറി. കുട്ടിയും തട്ടിയെടുത്ത് ആ വാളും തട്ടിയെടുത്ത് കടന്നു കളയാ, അതാണ് നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യവും അത്ര എളുപ്പത്തിൽ പ്രാക്ടിക്കൽ ആവുന്ന കാര്യമല്ല. പ്രാക്ടിക്കൽ ആക്കണം. അല്ലാതെ ജീവിതകാലം മുഴുവനും ചെമ്പകമംഗലത്ത് നിൽക്കാനാണോ നിന്റെ ഉദ്ദേശം? കുട്ടിയെ കൈ കിട്ടണ്ടേ വൈശാഖെ? കുട്ടിയെ കിട്ടാനാണോ പ്രയാസം? നീയല്ലേ കുഞ്ഞിന് പാൽ കൊടുക്കുന്നത്? രാത്രിയിൽ അതിനെ എടുത്തോണ്ട് അങ്ങ് മുങ്ങണം. എനിക്കൊരു മെസ്സേജ് ഇട്ടാ ഞാനിങ്ങ് പറഞ്ഞെത്തില്ലേ? ആ മീനാക്ഷിയുടെ കണ്ണീര് എനിക്ക് ശരിക്കൊന്ന് കാണണം. മീനാക്ഷിയുടെ കണ്ണീരും കണ്ടോണ്ടിരിക്കുമ്പോ തകരുന്നത് നമ്മുടെ ജീവിതമാണ്. ഞാനും ഒരു മനുഷ്യനാണ്, പച്ച മനുഷ്യൻ. എനിക്കുമില്ലേ വികാരങ്ങളും വിചാരങ്ങളൊക്കെ? എന്താ വൈശാഖ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? സത്യം പറയാലോ മൈഥിലി, ചെമ്പകമംഗലത്ത് തുടരണമെന്നുള്ള നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് എന്നെ വല്ലാണ്ട് ടെൻഷൻ ആക്കുന്നുണ്ട്. സത്യം പറ, കാർത്തികിനെ വിട്ടുപിരിയാൻ നിനക്കിപ്പോ മനസ്സ് വരുന്നില്ലേ? വൈശാഖ, നമ്മൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നീ ഡിലേ ആക്കുന്നു. അതുകൊണ്ട് എനിക്കത് അറിഞ്ഞേ പറ്റൂ. മീനാക്ഷിയെ കരയിപ്പിക്കണമെന്നല്ലാതെ എനിക്ക് കാർത്തിയോട്. മീനാക്ഷിയെ ഉപേക്ഷിക്കാൻ വേണ്ടി നീ എന്നെ ഉപേക്ഷിച്ച് കാർത്തിയെ പോയി കേട്ടോ? നീ എന്നെ അവോയ്ഡ് ചെയ്യാനുള്ള സംശയം തോന്നി തുടങ്ങിയിട്ട് കുറെ ദിവസമായി. എന്താടാ വൈശാഖ, എനിക്ക് നീ ഇല്ലാത്തൊരു ലോകമുണ്ടോ?
നമ്മൾ ഒന്നല്ലേടാ. അല്ല, ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഇന്ന് ഓഫീസിലൊന്നും പോകുന്നില്ലേ? ഇല്ല, അതെന്താ? എനിക്ക് നല്ല സുഖമില്ല മീനാക്ഷി, മനസ്സിനും ശരീരത്തിനും. ജോലിക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. രാജിവെക്കണോ വേണ്ടിയോ എന്ന് ഞാൻ ആലോചിക്കുക. എന്തൊക്കെയാ ഈ പറയുന്നേ? രാജിവെക്കണമെന്നോ? അതെ. വേണ്ടാത്ത ചിന്തയൊക്കെ മാറ്റി കാർത്തിയേട്ടാ. നിങ്ങളുടെ ഒന്നാം ഭാര്യയല്ലേ ആ കാക്കി വേഷം, പിന്നെ അതെങ്ങനെ വേണ്ടാന്ന് വെക്കും? രാജിവെച്ചേ പറ്റൂ മീനാക്ഷി. എന്നിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുമായി ഈ നാട്ടിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോവാം. ആരും അറിയാത്ത വല്ലയിടത്തും പോയി താമസിക്കാം. മൈഥിലി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ അതാ നല്ലത്. കുഞ്ഞില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി മറ്റാരും അറിയാതെ നമുക്ക് ജീവിക്കാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ കുഞ്ഞുമായിട്ട് എവിടെ പോയാലും ഒരു ഒഴിയാബാധ പോലെ മൈഥിലി പിറകെ വരും. അതല്ല, അവൾക്ക് എന്തൊക്കെ വഴികളുണ്ട് നമ്മളെ അന്വേഷിച്ച് കണ്ടെത്താൻ? അവള് മീഡിയയ്ക്ക് മുന്നിൽ നമ്മൾ നാണം കെടുത്തില്ലേ? ചെമ്പകമംഗലം ഒരു അറിയപ്പെടുന്ന തറവാടല്ലേ? നമ്മളെ ചെളിവാരി എറിയുന്നത് കാണാൻ പലർക്കും താല്പര്യം ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യും മീനാക്ഷി? അവളെ പേടിച്ച് നമ്മൾ ഏത് കാട്ടിൽ പോയി ഒളിക്കാനാ? കാർത്തിയേട്ടൻ ഇത്ര ചീപ്പായിട്ടൊന്നും സംസാരിക്കല്ലേ. എന്തായാലും നിങ്ങളൊരു പോലീസ് ഓഫീസറല്ലേ, ഇങ്ങനെ പേടിച്ചാലോ? അവളെ കൊടുക്കാൻ എന്തെല്ലാം വഴികളാ കിടക്കുന്നത്? നമ്മൾ ന്യായമായ മാർഗത്തിലൂടെയല്ലേ മീനാക്ഷി സഞ്ചരിച്ചിട്ടുള്ളത്. അതാ എനിക്ക് എന്തെന്നില്ലാത്തൊരു കുറ്റബോധം. അവളെ തിരികെ ചെമ്പകമംഗലത്തേക്ക് കയറ്റിയത് എന്റെ വലിയൊരു കുറ്റം തന്നെയാണ്. ആ, പറ്റിയത് പറ്റി. ഇനി അത് ഓർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കാർത്തിയേട്ടാ. അവളെ ഇവിടുന്ന് പറപ്പിക്കാൻ നല്ലൊരു പ്ലാൻ നമുക്ക് കിട്ടാതിരിക്കില്ല. ഇങ്ങനെ വിഷമിക്കല്ലേ. കാർത്തിയേട്ടന്റെ മുഖം വാടുന്നത് കണ്ടാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.